യുവരാജ്, പാലക്കാട്ടെ ജല ദൗർലഭ്യത്തെപ്പറ്റി സർക്കാരിന് അറിയാത്തതല്ല. മലമ്പുഴ ഡാമിൽ നിന്നും കാർഷിക ആവശ്യങ്ങൾക്ക് ജലം വിട്ടുകൊടുക്കുന്നതിൽ പോലും വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ജവാൻ മദ്യമുണ്ടാക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് പോലും കഴിഞ്ഞ 4 വർഷമായിട്ടും വാട്ടർ അതോറിറ്റി ജലം വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ എലപ്പുള്ളിയിൽ സർക്കാർ ഫാസ്റ്റാണ്. എത്ര പെട്ടെന്നാണ് ഫയലുകൾ നീങ്ങിയത്? ഈ ഒരു ആവേശത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എത്ര പെട്ടെന്നാണ് ഫയലുകൾ നീങ്ങിയത് എന്നുള്ളത് മാത്രമല്ല, ഈ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുന്നത് വരെ പ്രദേശത്തെ പഞ്ചായത്ത് ഭരണസമിതി പോലും ഈ വിഷയത്തെക്കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഗവൺമെൻറ്റിന് ഇതിന് പിന്നിലുണ്ടായിരുന്ന സ്ഥാപിത താല്പര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് വളരെയധികം സംശയം തോന്നുന്നത്. നോക്കൂ, EK നയനാർ ഗവൺമെൻറ് കേരളത്തിൽ പുതിയ ബ്രൂവറികളൊന്നും അനുവദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മുൻപ് ഒരു മദ്യനയം കൊണ്ടുവരികയും അതിനുശേഷം കാലങ്ങളോളം സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ കമ്പനിയുമായിട്ട് കേസ് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും പിന്നീട് തുടർന്ന് വന്നിരുന്ന 3 സർക്കാരുകൾ, അതിനകത്ത് ഇടതുപക്ഷ സർക്കാരുകൾ ഉൾപ്പെടെയുള്ള 3 സർക്കാരുകളും, എനിക്ക് തോന്നുന്നു 3 മുഖ്യമന്ത്രിമാർ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, വീണ്ടും ഉമ്മൻചാണ്ടി തന്നെ, ഇത്രയും പേരും അതേ നിലപാട് തന്നെ പിന്തുടർന്നിട്ടും 2018 ശ്രീചക്ര വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഈ പറയുന്ന നയം മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായി. ഇതുപോലെ തന്നെ ഒട്ടും സുതാര്യമല്ലാതെ ഒരു ബാക്ക്ഡോർ ചാനൽ വഴി ഒരു കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അത് വലിയ അലിഗേഷനും വലിയ പൊല്ലാപ്പുമൊക്കെ ഉണ്ടായതിനു ശേഷം അത് പിൻവലിച്ചു പോകുന്ന സാഹചര്യം വന്നു. വീണ്ടും 2025 7 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഒരു നയവുമായി മദ്യനയത്തിൽ നോക്കൂ, ഇതിനകത്ത് ചർച്ച നടക്കുന്ന പഞ്ചായത്ത് അറിയാന്നുള്ളതല്ല. 25 വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരുകൾ, അത് മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ എടുക്കുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി ആ നയത്തിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കേസ് വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നയം മാറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് ആദ്യം ചർച്ച ചെയ്യേണ്ടത് നാട്ടിലെ പ്രതിപക്ഷവുമായിട്ടാണ്. അപ്പോൾ പ്രതിപക്ഷം പോലും അത് അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ഒരു നയം മാറ്റം ബാക്ക്ഡോർ വഴി അല്ലെങ്കിൽ എന്താണ് ഇത്രയധികം ഒളിച്ചു കടത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും മോണിറ്ററി താല്പര്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇത് എന്താണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സ്പഷ്ടമായിട്ട് പറയാം, CPM 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം തുടങ്ങി എന്നുള്ള കാര്യം. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൽ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നത് പോലെ നാട്ടിൽ നിന്ന് മുഴുവൻ കടം വാങ്ങി കൂട്ടുകയും ആ കടം വാങ്ങി കൂട്ടിയ പൈസ മുഴുവൻ എടുത്തിട്ട് ലഗാനും ഇല്ലാതെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ പേരിലായാലും അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളുടെ പേരിലായാലും ഒക്കെ വിതരണം ചെയ്തിട്ടാണ് അവർ, അല്ലെങ്കിൽ കിറ്റ് കൊടുത്തിട്ടൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുകയും ആ വിഷയങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ വിജയത്തിലേക്ക് വരികയും ചെയ്തത് എന്നുണ്ടെങ്കിൽ 2026 കേരളത്തിൻ്റെ ഖജനാവ് പൊട്ടിപ്പാളീസായിട്ട് കിടക്കുകയാണ്. അതിനകത്ത് പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഫ്രീ ബി കൊടുത്തിട്ടുള്ള കളികളൊന്നും നടക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലല്ല നിലവിൽ കേരള സർക്കാർ നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പണം ഒഴുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒഴുക്കി മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിന് CPMന് പൈസ വേണം. ആ CPMനുള്ള പൈസയാണ് അവർ ഈ പറയുന്ന ബ്രൂവറി വഴിയൊക്കെ അവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പിൻവാതിൽ ഡീലുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വരാനുള്ളത്. ഈ നടന്നിരിക്കുന്ന ഡീലിൽ സുതാര്യത ഇല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ നടന്നിരിക്കുന്ന ഡീലിൽ പൈസ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പിണറായി വിജയൻ്റെ ഏതെങ്കിലും ബന്ധുക്കൾക്കൊന്നും അല്ലല്ലോ ഈ പറയുന്ന ഡീല് കൊടുത്തിരിക്കുന്നത്. പഞ്ചാബ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് തന്നെയല്ലേ. ഈ കമ്പനിയുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ്? നോക്കൂ, ഒരു കമ്പനിക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണ്, ഇത്രയും വലിയ ഇത്ര ഗവൺമെൻറ്റിൻ്റെ 1/4 നൂറ്റാണ്ടിൻ്റെ നയത്തിനെ തിരുത്തിക്കൊണ്ട് ഒരു ഡീല് കൊടുക്കുന്ന സമയത്ത് ആ കമ്പനി ഒരു ടെൻഡർ നടക്കണ്ടേ?
അപ്പോൾ ടെൻഡർ പോലും നടക്കാതെ അങ്ങനെ ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി അത്രയധികം ക്ലീൻ ചിറ്റിൽ നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതേ കമ്പനി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മദ്യനയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയും ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമകളെ ആ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഡ്യൂബിയസ് ആയിട്ടുള്ള പാസ്റ്റുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിക്ക് പഞ്ചായത്ത് അറിയാതെ, പ്രതിപക്ഷം അറിയാതെ, നാട്ടിലെ MLA പോലും അറിയാതെ ഇങ്ങനെ ഒരു ഡീല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീലിൻ്റെ പുറകിൽ വലിയ കറുത്ത ഡീലുകളുണ്ട്. ആ ഡീലുകൾ എന്താണ് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ കേരളം തീർച്ചയായിട്ടും അറിയേണ്ടതുമാണ്.